കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഹരി ഓം. ശ്രീമദ് ഭാഗവത കഥാവിചാരത്തിൽ തൃതീയ സ്കന്ധത്തിൽ 30-ാം അധ്യായമാണ് ഇന്ന് കേൾക്കാനുള്ളത്. കപില ഭഗവാൻ കാലസ്വരൂപത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നു. വായുമേഘങ്ങളെ എന്നതുപോലെയാണ് കാലസ്വരൂപനായ ഈശ്വരൻ ജീവജാലങ്ങളെ ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കാലത്തിൻ്റെ പ്രഭാവം ജീവന്മാർ അറിയുന്നില്ല. തനിക്ക് സുഖിക്കാൻ വേണ്ടി ജീവൻ വളരെ ക്ലേശങ്ങൾ സഹിച്ച് സമ്പാദിക്കുന്നതായ തൻ്റെ ഭാര്യ, പുത്രൻ, ധനം ഇങ്ങനെയുള്ള വസ്തുക്കളെയൊക്കെ കാലസ്വരൂപനായ ഈശ്വരൻ തട്ടി നശിപ്പിക്കുന്നു. അതായത് കാലം കൊണ്ട് എല്ലാം നശിക്കുന്നു. ഓരോ സുഖപദാർത്ഥവും നശിക്കുമ്പോൾ ജീവൻ വളരെയധികം ദുഃഖിക്കുന്നു. താൻ വളരെ കഷ്ടപ്പെട്ട് സമ്പാദിച്ചതായ ഓരോ വസ്തുക്കളും തൻ്റെ കൺമുന്നിൽ നശിക്കുന്ന സമയത്ത് നിസ്സഹായനായി അത് നോക്കി നിൽക്കേണ്ടി വരുന്നു. ഈ ശരീരമേ നശിക്കുന്നതാണ്. ആ സ്ഥിതിക്ക് ശരീരത്തെ സുഖിപ്പിക്കുന്നതായ ഭൗതിക പദാർത്ഥങ്ങൾക്ക് എങ്ങനെയാണ് അനശ്വരത്വമുണ്ടാവുക? എന്നാൽ വിഷയാസക്തി കൊണ്ട് മനസ്സ് ദുഷിച്ചതായ ജീവൻ അവയെ നശിക്കുന്നവയായിട്ട് ബോധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവ ഓരോന്നും നശിക്കുമ്പോൾ കൂടുതൽ കൂടുതൽ ദുഃഖിക്കുന്നു. ഈ സംസാരത്തിൽ കൃമികീടാദികളുടേതായിട്ടുള്ള ഏത് നികൃഷ്ട ശരീരം കിട്ടിയാലും ജീവന് അത് ദുഃഖസ്വരൂപമാണ് എന്ന് ബോധിച്ച് വൈരാഗ്യം വരില്ല. കാരണം ആ കിട്ടുന്നതായിട്ടുള്ള ശരീരങ്ങളിലൂടെ അനുഭവിക്കാവുന്ന തുച്ഛസുഖങ്ങളിൽ ആസക്തനായിട്ട് കഴിയുന്നു. നാം വിചാരിക്കും മനുഷ്യനാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ജീവിതം, മറ്റൊക്കെ ജീവികൾ വളരെ ദുഃഖമയമായിട്ടാണ് കഴിയുന്നത് എന്ന്. എന്നാൽ മഹാഭാരതത്തിൽ വേദവ്യാസ മഹർഷി ഒരു പുഴുവിൻ്റെ ജീവിതത്തിലൂടെ കാണിക്കുന്നുണ്ട്. ആ പുഴു തൻ്റെ ജീവിതം എത്ര പ്രിയപ്പെട്ടതാണ് എന്നും തന്നെ കാത്തിരിക്കുന്നതായിട്ടുള്ള തൻ്റെ ബന്ധുക്കളുടെ കാര്യവും അവരോടുള്ള തൻ്റെ സ്നേഹവും കടപ്പാടും തൻ്റെ ജീവിതത്തോടുള്ള പ്രിയവും എല്ലാം അവിടെ വേദവ്യാസ മഹർഷി ഒരു പുഴുവിൻ്റെ ജീവിതത്തെ കാണിച്ച് പറയുന്നുണ്ട്. അതുപോലെ തന്നെ പുരാണങ്ങളിൽ ദേവേന്ദ്രൻ ഒരു പന്നിയായി ശരീരമെടുത്ത കഥ വരുന്നുണ്ട്. പന്നിയായി ജനിക്കാനുള്ള ആ ഒരു സന്ദർഭം വന്ന സമയത്ത് നാരദ മഹർഷിയോട് ചട്ടം കെട്ടുന്നുണ്ട്. ഇത്രയും നികൃഷ്ടമായിട്ടുള്ളൊരു ജീവിതത്തെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും സാധിക്കില്ല. അതുകൊണ്ട് ഞാനങ്ങനെ പന്നിയായി വന്നു കഴിഞ്ഞാൽ ആ നിമിഷം എന്നെ കണ്ടെത്തി കൊന്നുകളഞ്ഞേക്കണം എന്ന് നാരദനോട് പറയുന്നു. അങ്ങനെ ദേവേന്ദ്രൻ പന്നിയായി നാരദൻ അന്വേഷിച്ചു നടക്കുന്നു. ഒരു ദിവസം കണ്ടെത്തി. ചെളിയും അതുപോലെ മറ്റു മാലിന്യങ്ങളൊക്കെ നിറഞ്ഞതായിട്ടുള്ളൊരു സ്ഥലത്ത് അനവധി പന്നിക്കുട്ടികൾക്ക് പാലും കൊടുത്ത് പന്നിക്കുട്ടികളോടുകൂടി ആ ചെളിയിൽ മറിഞ്ഞു ഉല്ലസിച്ചുകൊണ്ടിരിക്കുന്നതായ മാലിന്യ വസ്തുക്കളൊക്കെ കഴിച്ച് ആ ചെളിയും ദേഹത്ത് പുരട്ടി ഉല്ലസിച്ചുകൊണ്ടിരിക്കുന്നതായ പന്നിയെ നാരദൻ തിരിച്ചറിയുന്നു. വാളെടുത്തുകൊണ്ട് ആ പന്നിയെ വെട്ടിക്കൊല്ലാൻ വേണ്ടി ചെല്ലുന്ന സമയത്ത് ആ പന്നി നാരദനോട് സംസാരിക്കുന്നു. അയ്യോ നാരദ, എന്നെ കൊല്ലല്ലേ എന്ന് പറയുകയാണ്. അപ്പം അങ്ങ് ഇന്ദ്രനാണ് എന്ന് പറഞ്ഞ സമയത്ത് ആ പന്നി തിരിച്ചു ചോദിക്കുന്നത്, എൻ്റെ നാരദ മഹർഷി, ഇന്ദ്രപദവിയുടെ സുഖം എവിടെ കിടക്കുന്നു? ഈ കുട്ടികളുമായിട്ട് ഈ ചെളിയിൽ കിടന്ന് ഉല്ലസിക്കുന്ന സമയത്തുണ്ടാകുന്ന ആനന്ദം എവിടെ? അതുകൊണ്ട് ഈ ആനന്ദം വിട്ട് ഞാൻ ഒരു ഇന്ദ്രൻ്റെ പദത്തിലേക്കും വരുന്നില്ല. ഇതിനേക്കാൾ വലിയൊരു പരമാനന്ദം വേറെ എവിടെയാണ് കിട്ടാനുള്ളത്? അതുകൊണ്ട് എന്നെ ഉപദ്രവിക്കരുത്. ഞാൻ എൻ്റെ കുട്ടികളും കുടുംബവുമായിട്ട് ഇവിടെ ഉല്ലസിച്ച് കഴിഞ്ഞോളാം എന്നുള്ളതാണ്.
ഇതെല്ലാം കാണിക്കുന്നത് ഏത് ശരീരത്തിലാണെങ്കിലും ആ ശരീരത്തിൽ ജീവന് സ്നേഹമുണ്ട്, വളരെ സന്തോഷമായിട്ടാണ് കഴിയുന്നത്. പൂച്ചയാണെങ്കിലും നായയാണെങ്കിലും നമ്മുടെ ദൃഷ്ടിയിലാണ് നമ്മൾ പറയുന്നത് അത് വളരെ ദുഃഖം അനുഭവിക്കുന്നു എന്നുള്ളത്. ഏതെങ്കിലും ഒരു പൂച്ച ടെൻഷൻ അടിച്ച് നടക്കുന്നത് നമ്മൾ കാണുന്നുണ്ടോ? ഒരു പൂച്ചയോ നായയോ കിട്ടുന്ന ഭക്ഷണവും കഴിച്ച് സുഖമായിട്ട് കിടന്നുറങ്ങുന്നത് പോലെ ഇത്രയും ബുദ്ധിമാനായിട്ടുള്ള അല്ലെങ്കിൽ കോടീശ്വരനായിട്ടുള്ള ഒരു മനുഷ്യന് അതുപോലെ സമാധാനമായിട്ട് കിടന്നുറങ്ങാൻ സാധിക്കുന്നില്ല. അത്രയും സന്തോഷത്തോടു കൂടിയിട്ടാണ് മറ്റു ജീവികളൊക്കെ കഴിയുന്നത്. എന്നാൽ ടെൻഷൻ അടിച്ച് നാലുപാട് നടക്കുന്നതും വീട്ടിൽ വഴക്കുണ്ടാക്കുന്നതും മനുഷ്യൻ തന്നെയാണ്. പരസ്പരം തല്ലുന്നു, കൊല്ലുന്നു. അപ്പം അതുകൊണ്ട് ഏത് ശരീരം കിട്ടിക്കഴിഞ്ഞാലും ആ ശരീരത്തിലെല്ലാം അത് വളരെ ആനന്ദപൂർവമാണ് കഴിയുന്നത്. കിട്ടുന്നതായിട്ടുള്ള ശരീരം അത് ദുഃഖസ്വരൂപമാണ് എന്ന് ബോധിച്ച് വൈരാഗ്യം വരുന്നില്ല ആ ശരീരത്തിലിരിക്കുന്ന ജീവന്മാർക്ക്. ആ ശരീരങ്ങളിലൂടെ അനുഭവിക്കാവുന്നതായിട്ടുള്ള തുച്ഛസുഖങ്ങളിൽ ആസക്തനായിട്ട് കഴിയുകയാണ് ചെയ്യുന്നത്. അതുതന്നെയാണ് എഴുത്തച്ഛൻ ഒരു അത്തിപ്പഴത്തിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നതായിട്ടുള്ള ഒരു പുഴുവിൻ്റെ കാര്യത്തെ വർണ്ണിക്കുന്നുണ്ടല്ലോ. ആ പുഴു പറയുന്നത് ഇതിനേക്കാളും ഒരു സുഖം വേറെ എവിടെ കിട്ടാനാണ് എന്ന് ഒരു അത്തിപ്പഴത്തിൻ്റെ ഉള്ളിലിരിക്കുന്ന ഒരു പുഴു പറയുന്നത് എഴുത്തച്ഛനും ഹരിനാമകീർത്തനത്തെ സൂചിപ്പിക്കുന്നു. ഇപ്പം ഇവിടെ പറയുന്നത് മായയിൽ മയങ്ങിയതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്ന് പറയുന്നു. ശരീരം, ഭാര്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവ് എന്നും അർത്ഥമുണ്ട്. പുരുഷൻ എന്നുള്ള അർത്ഥത്തിലെടുക്കുമ്പോഴാണ് ഭാര്യ എന്ന് പറയുന്നത്. ഒരു സ്ത്രീയെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഭർത്താവ്, പുത്രന്മാർ, വീട്, പശു, കാള തുടങ്ങിയിട്ടുള്ള മൃഗങ്ങൾ, ധനം, ബന്ധുക്കൾ, ഇവയിലൊക്കെ ദൃഢമായിട്ടുള്ള അഭിമാനത്തോടു കൂടിയിട്ടാണ് മനുഷ്യനിരിക്കുന്നത്. അങ്ങനെയുള്ള മനുഷ്യൻ യൗവനകാലത്ത് താൻ മഹാഭാഗ്യവാനാണ് എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണല്ലോ. കാരണം സുന്ദരിയായിട്ടുള്ള ഭാര്യ, തനിക്ക് കുട്ടികൾ, വീട്, ബാക്കിയുള്ള കാര്യങ്ങൾ, എല്ലാ സൗകര്യങ്ങളും സമ്പത്തുകൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ പറയുകയും വേണ്ട. അങ്ങനെയുള്ള അദ്ദേഹം തന്നെപ്പോലെ ഭാഗ്യവാൻ വേറെ ആരാണ് എന്ന് വിചാരിച്ച് അങ്ങനെ കഴിയുകയാണ് ചെയ്യുന്നത്. ഇവിടെ 5-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, നരകസ്ഥോപി ദേഹം വൈ ന പുമാൻ തെക്തുമിച്ഛതി നാരക്യാം നിർവൃതൗ സത്യാം ദേവമായാവിമോഹിത. നരകത്തിലാണെങ്കിൽ കൂടിയിട്ട് ആ ദേഹം, ആ ജീവൻ ഉപേക്ഷിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. നരകയാതനയാവും അനുഭവിക്കുന്നുണ്ടാവുക. എന്നാൽ ആ ദേഹം ഈ യാതനകളൊക്കെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ കൂടിയിട്ട് ആ ദേഹം ഒരിക്കലും ഉപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നില്ല. നാരക്യാം നിർവൃതൗ സത്യം. ആ നാരകീയമായിട്ടുള്ള യാതനകൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ കൂടിയിട്ട് അവിടെ നിർവൃതി അനുഭവിക്കുന്നു എന്നാണ് നേരത്തെ പറഞ്ഞത്. അത് ദേവമായ കൊണ്ടാണ്, ഈശ്വരൻ്റെ മായയിൽ മയങ്ങിയത് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ യൗവനകാലത്ത് താൻ മഹാഭാഗ്യവാനാണെന്ന് വിചാരിക്കുന്നു. തൻ്റെ കുടുംബം, മക്കള്, വീട്, ഇതിനെയൊക്കെ ഭരിക്കുന്നതിന് വേണ്ടി വരുന്നതായിട്ടുള്ള കഷ്ടപ്പാടുകൾ, വളരെ പ്രയാസമാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ. ആ കഷ്ടപ്പാടുകളൊക്കെ സഹിച്ചുകൊണ്ടും വിഷയാസക്തി കൊണ്ട് മനസ്സ് ദുഷിച്ചും കഴിയുന്നതായിട്ടുള്ള മനുഷ്യൻ കുടുംബ പരിപാലനത്തിന് വേണ്ടിയിട്ട് പലവിധ ദുരിതങ്ങളും ചെയ്യുന്നു. പലപ്പോഴും നല്ല പ്രവൃത്തികളായിരിക്കില്ല ചെയ്യുന്നത്. കുടുംബത്തിലാണെന്നുണ്ടെങ്കിൽ സ്ത്രീകളുടെ പുഞ്ചിരി, കടാക്ഷ വിക്ഷേപങ്ങൾ, കുട്ടികളുടെ കിളിക്കൊഞ്ചൽ, ഇതിലൊക്കെ മയങ്ങിക്കൊണ്ട് ജീവിക്കുകയാണ് ചെയ്യുന്നത്. പലവിധ കപടപ്രവൃത്തികൾ ചെയ്തുകൊണ്ടും അതാത് സമയത്ത് വന്നു ചേരുന്ന ദുഃഖങ്ങൾക്ക് പ്രതിവിധി ചെയ്തുകൊണ്ടും തനിക്ക് സുഖമാണ്, താൻ സുഖമായിട്ടിരിക്കുന്നു എന്ന് വെറുതെ അഭിമാനിക്കുകയാണ് ചെയ്യുന്നത്. പരദ്രോഹം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. മറ്റുള്ളവരെ ദുഃഖിപ്പിക്കുന്നു, ഉപദ്രവിക്കുന്നു, ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. പലതരത്തിലുള്ള അധർമ്മ മാർഗത്തിലൂടെ സമ്പാദിക്കുന്ന ധനം കൊണ്ട് കുടുംബം പുലർത്തിക്കൊണ്ട് കഴിയുന്നവൻ തൻ്റെ മനസ്സ് അനുനിമിഷം ദുഷിക്കുന്നതും ആത്മസ്വരൂപത്തിൽ നിന്ന് അകന്നു പോകുന്നതിനാൽ
താൻ അധപ്പതിച്ചുകൊണ്ടിരിക്കുന്നതും അറിയുന്നില്ല. ഇങ്ങനെ യൗവനകാലം മുഴുവൻ സുഖത്തിൻ്റെ കണിക പോലുമില്ലാതെ വളരെ വേഗത്തിൽ കഴിഞ്ഞു പോകുന്നു. ഈ യൗവനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് കഴിയുന്നതാണ്. അങ്ങനെ വാർദ്ധക്യത്തിലെത്തും. വാർദ്ധക്യത്തിലെത്തുന്ന സമയത്ത് ധനസമ്പാദനത്തിനുള്ള പല പ്രവൃത്തികളും നിഷ്ഫലമായി തീരും. പഴയതുപോലെ സമ്പാദിക്കാനുള്ള സാമർഥ്യം ഉണ്ടാവില്ല. അപ്പോൾ സമ്പത്ത് ആവശ്യമുണ്ട്. കാരണം സമ്പത്തുണ്ടെങ്കിലേ ഒരു വിലയുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും മറ്റുള്ളവരുടെ സമ്പത്തിൽ ആസക്തി ഉണ്ടാവും. അധ്വാനിക്കാനുള്ള ശേഷിയോ അല്ലെങ്കിൽ മറ്റുള്ളതോ സാമർഥ്യമില്ലാതെ ആവുമ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ വേണം എന്നാഗ്രഹിക്കുന്നു. പഴയതുപോലെ കുടുംബ ഭരണത്തിന് സാമർഥ്യമില്ലാത്തവനായി തീരും. പഴയതുപോലെ ആരും പറഞ്ഞാലൊന്നും അനുസരിക്കില്ല. കാരണം വൃദ്ധനാകുന്നത് വരെ നമ്മുടെ ആരോഗ്യമുള്ള സമയത്തും നമ്മുടെ സമ്പത്തൊക്കെയുള്ള സമയത്ത് മാത്രമേ മറ്റുള്ളവർക്ക് നമ്മളെ ആവശ്യമുള്ളൂ. വൃദ്ധനായി രോഗങ്ങൾ പലതും വന്ന് ബാധിക്കാൻ തുടങ്ങി. കയ്യിലാണെങ്കിൽ കാശില്ല, അല്ലെങ്കിൽ വരുമാനമാണെങ്കിൽ ഇല്ല. ഇനി ഇയാളൊരു ഭാരമായി തീരും എന്നുള്ള അവസ്ഥ വന്നു കഴിഞ്ഞാൽ പലപ്പോഴും വീട്ടുകാർക്ക് പോലും ഒരു ഭാരമായി തീരും. അപ്പോൾ വാസ്തവത്തിൽ വീട്ടുകാർ ആരാണെങ്കിലും ശരി, നമ്മളെയല്ല ആഗ്രഹിക്കുന്നതും ഇഷ്ടപ്പെടുന്നതും നമ്മുടെ സമ്പത്തിനെയാണ്, അല്ലെങ്കിൽ നമ്മളിലൂടെ കിട്ടുന്നതായിട്ടുള്ള വരുമാനത്തെയാണ്. ആ വരുമാനം കഷ്ടപ്പെട്ട് ഉണ്ടാക്കി കൊണ്ടുവന്നു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ആൾക്ക് വിലയുണ്ട്. എപ്പോഴാണോ ഇയാളെ കൊണ്ട് ഇനി പ്രയോജനമൊന്നുമില്ല, നഷ്ടമാത്രമാണ് ഉണ്ടാകുന്നത് എന്ന് വരുന്ന സമയത്ത് പൊതുവെ പറയാറുണ്ട്, പാല് കിട്ടാത്തതായിട്ടുള്ള പശുവിനാരും പിണ്ണാക്ക് വാങ്ങിക്കൊടുക്കില്ല എന്നുള്ളത്. അതുപോലെ തന്നെ ഇനി കുടുംബത്തിൽ വലിയ പ്രയോജനമോ അല്ലെങ്കിൽ കുടുംബത്തിന് ഇയാളെ കൊണ്ട് വലിയ പ്രയോജനം ലാഭമൊന്നും ഇല്ലാതെയായിത്തീരുന്ന സമയത്ത് ധനം സമ്പാദിക്കാൻ പ്രാപ്തിയില്ലാത്തവനും നിർഭാഗ്യവനുമായി തീർന്ന് കഷ്ടം, അയ്യോ എനിക്കിപ്പോൾ ഇങ്ങനെ ഒരു ഗതി വന്നുവല്ലോ എന്ന ചിന്ത കൊണ്ട് ആർത്തനായിത്തീരുന്നു. പഴയ പോലെ ധനസമ്പാദനത്തിനും കുടുംബഭരണത്തിനും ഒന്നും കഴിവില്ലാതെയായി തീർന്ന, പോരാത്തതിന് ചെറുതും വലുതുമൊക്കെയായിട്ട് പല രോഗങ്ങൾ വന്ന് ആക്രമിക്കാനും അല്ലെങ്കിൽ രോഗപീഠകളെ കൊണ്ട് വലയാനും തുടങ്ങിയതായിട്ടുള്ള വൃദ്ധനായിട്ടുള്ള ഒരാളെ, യാതൊരു കൃഷിപ്പണിക്കും കൊള്ളാതായി തീർന്നതായിട്ടുള്ളൊരു വയസ്സൻ കാളയെ കൃഷിക്കാരൻ ഉപേക്ഷിക്കുന്നത് പോലെ അവജ്ഞയോടെ ആയിരിക്കും വീട്ടുകാരുടെയൊക്കെ പെരുമാറ്റം. കാരണം വലിയ ഒരു പരിഗണനയോ ആദരവോ ബഹുമാനോ ഒന്നും ഭാര്യയ്ക്കോ മക്കൾക്കോ മറ്റുള്ളവർക്കോ ഒന്നും ഉണ്ടാവില്ല. എന്നാലും ഗൃഹസ്ഥ ജീവിതത്തിൽ വൈരാഗ്യം വരുമോ? അതൊട്ടുണ്ടാവില്ല. ഇതുവരെ താൻ ഭരിച്ചിരുന്ന ആളുകളൊക്കെ തന്നെ ഭരിക്കാൻ തുടങ്ങും. മിണ്ടാതിരിക്കാൻ പറയും, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരിക്കാൻ പറയും. ഒന്ന് പുറത്തൊക്കെ പോകാൻ എന്ന് ആഗ്രഹിക്കുന്ന സമയത്ത് എവിടേക്കാണ് പോകുന്നത്, അവിടെ ഇരുന്നാൽ മതി എന്ന് പറഞ്ഞ് പലപ്പോഴും ചീത്ത പറയും. ഇതൊക്കെ വലിയ ഉള്ളു പൊള്ളിക്കുന്ന വേദനയുണ്ടാക്കും. കാരണം തൻ്റെ നേരെ ശബ്ദിക്കാതിരുന്നതായിട്ടുള്ള ആളുകളൊക്കെ ഇപ്പോൾ പരുഷമായിട്ട് തന്നോട് പറയുന്നു. മാത്രമല്ല പണ്ടൊക്കെ തൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഭക്ഷണവും മറ്റു കാര്യങ്ങളൊക്കെ വീട്ടിലുണ്ടാക്കിയിരുന്നത് ഇപ്പം മറ്റുള്ളവരുടെ ഇഷ്ടത്തിന്, കുട്ടികളുടെയൊക്കെ ഇഷ്ടത്തിന് ഉണ്ടാക്കി. തനിക്ക് ആഗ്രഹം ഉണ്ടാവും തൻ്റെ ഇഷ്ടത്തിന് വല്ലതുമൊക്കെ കഴിക്കണമെന്നുള്ളത്. പക്ഷേ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ അവജ്ഞയായിരിക്കും അല്ലെങ്കിൽ അവഹേളനമായിരിക്കും ഫലം ഉണ്ടാവുക. എന്നാലും ഒരിക്കലും ഇതിലൊന്നും വൈരാഗ്യം വരില്ല. കാരണം അത്രയും മനസ്സ് ദുഷിച്ചിരിക്കുകയാണ്. അങ്ങനെ വാർദ്ധക്യത്തിൻ്റെ ബാധ കൊണ്ട് ശരീരത്തിൻ്റെയൊക്കെ ഭംഗി നഷ്ടപ്പെടും. പണ്ടൊക്കെ വളരെ ഭംഗിയായി സൂക്ഷിച്ചിരുന്നതായിട്ടുള്ള ശരീരം ചുളിവ് വീണ് നടക്കാൻ വയ്യാതെയായി. അപ്പോൾ കിടന്നിടത്ത് തന്നെ ചിലപ്പോൾ മലമൂത്ര വിസർജനങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. ഇതൊക്കെ നമ്മളെ പരിപാലിക്കുന്നതായിട്ടുള്ള ആളുകൾക്ക് വളരെ അസഹ്യമായിട്ടുള്ള ഒരു അവസ്ഥയിലെത്തിക്കും. വളരെ സ്നേഹപൂർവ്വം നമ്മളോട് പെരുമാറിയിരുന്ന, നമ്മളെ പരിഗണിച്ചിരുന്നതായിട്ടുള്ള ഭാര്യയും മക്കളും തന്നെ ഇങ്ങനെയുള്ള അവസ്ഥയിൽ, വൃദ്ധാവസ്ഥയിലെത്തുന്ന സമയത്ത്, പ്രത്യേകിച്ചും വയ്യാതെ കിടന്ന് അല്പം മലമൂത്രമൊക്കെ വിസർജനം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരുന്നു. അല്ലെങ്കിൽ ഈ ഓർമ്മ കുറയുന്ന സമയത്ത് ഇടയ്ക്ക്
മൂത്രമൊഴിക്കാനോ മറ്റോ ഒക്കെ പോയി കഴിഞ്ഞാലും അത് ഫ്ലഷ് ചെയ്യോ ബാക്കിയൊന്നും ചെയ്യില്ല. ചിലപ്പോൾ പലപ്പോഴും മൂത്രമൊഴിക്കണം എന്ന് വിചാരിച്ച് പോയി കഴിഞ്ഞാലും ക്ലോസറ്റിലാവുന്ന ഒഴിക്കാൻ സാധിക്കില്ല, പുറത്തൊക്കെ പോകും. അങ്ങനെ മിക്കവാറും വൃദ്ധരായിട്ടുള്ള ആളുകളുടെ മുറി തന്നെ വളരെ ദുർഗന്ധപൂരിതമായി തീരും. അങ്ങനെ ദുർഗന്ധപൂരിതമൊക്കെ ആയി തീർന്നു കഴിഞ്ഞാൽ പിന്നെ വീട്ടിലുള്ളവർക്കൊരു നികൃഷ്ട ജീവിയോട് പെരുമാറുന്നത് പോലെയായിരിക്കും മിക്കവാറും പെരുമാറ്റം ഉണ്ടാവുക. അതിലിടയ്ക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വരുന്നു, മുറിവുകൾ ഉണ്ടാകുന്നു, അത് പഴുക്കുക തുടങ്ങിയിട്ടുള്ള വ്രണങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അതിലേറെ പ്രശ്നമാണ്. ഇങ്ങനെ മരണത്തെ പ്രതീക്ഷിച്ചുകൊണ്ടുള്ള ഒരു ജീവിതമായി തീരും പിന്നീട്. പലപ്പോഴും തോന്നും ഇതിൻ്റെ ഇടയിൽ നിന്നും ഈ ഭാര്യ മക്കളുടെയൊക്കെ പരുഷമായിട്ടുള്ള വാക്കുകൾ കേട്ട് കഴിഞ്ഞാൽ അത് പലപ്പോഴും കേൾക്കാതെയും കേൾപ്പിച്ചുമൊക്കെ അവർ പറയും ഈ വൃദ്ധൻ്റെ ദുർഗതിയെക്കുറിച്ച്, ഇയാൾ തങ്ങൾക്ക് ഭാരമായി തീർന്നതിനെക്കുറിച്ച്, തങ്ങളുടെ പണം ചെലവാകുന്നതിനെക്കുറിച്ചൊക്കെ പലപ്പോഴും പറയുന്ന സമയത്ത് ഒരുപക്ഷെ തൻ്റെ പല സുഖസൗകര്യങ്ങളെയും ത്യജിച്ച് താൻ പലപ്പോഴും അനുഭവിക്കാതെ സമ്പത്തിനെ മാറ്റിവെച്ച് തൻ്റെ കുടുംബത്തെ പരിപാലിക്കാൻ വേണ്ടി ചെയ്തിട്ടുള്ള ആ ത്യാഗങ്ങളെയൊക്കെ വിസ്മരിച്ചുകൊണ്ട് വളരെ നിന്ദ്യവും നീചവുമായ രീതിയിൽ തന്നെ അധിക്ഷേപിക്കുന്നത് കേട്ടുകഴിഞ്ഞാൽ പലപ്പോഴും മരിച്ചുപോയാൽ മതി എന്നൊക്കെ കേൾക്കുമ്പോൾ തോന്നും. പക്ഷേ മരിക്കാനുള്ളതായ വൈരാഗ്യവും ഇല്ല. അങ്ങനെ മരണത്തെ പ്രതീക്ഷിച്ചും കൊണ്ടുള്ള ഒരു ജീവിതമായി തീരും പിന്നീട് ഉണ്ടാവുക. വീട്ടിലുള്ളവരാണ് എന്നുണ്ടെങ്കിൽ ഒരു നായയ്ക്ക് കൊടുക്കുന്നത് പോലെയാണ് പലപ്പോഴും ഭക്ഷണം കൊടുക്കുക, അവഗണനയോട് കൂടിയിട്ട്. എന്തെങ്കിലും പറയാൻ സാധിക്കില്ല, പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ വളരെ പരുഷമായിട്ടുള്ള അവരുടെ വാക്കുകൾ കേൾക്കേണ്ടി വരും. അങ്ങനെ മരണാഭിമുഖനായിട്ട് അങ്ങനെ വയ്യാതെ കിടക്കുന്നു. ആ സമയത്ത് ആസ്തേ അവമത്യ ഉപന്യസ്തം ഗൃഹപാല ഇവാഹരൻ എന്നാണ് പറയുന്നത്. വളരെ അവമതിപ്പോടു കൂടിയിട്ട്, തിരസ്കാരത്തോടു കൂടിയിട്ട്, പലപ്പോഴും ഒരു നായയ്ക്ക് കൊടുക്കുന്നത് പോലെ നായയ്ക്ക് പിന്നെയും കുറച്ച് ഭവ്യമായിട്ട് കൊടുക്കും. അത്ര പോലും ഒരു ആദരവോ ബഹുമാനമോ ഇല്ലാതെ ആയിരിക്കും അയാളോട് പെരുമാറുക. മാത്രമല്ല ഭക്ഷണം കഴിക്കണം എന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെ പലപ്പോഴും അങ്ങനെയാണ്. ഈ പ്രായമായി കഴിഞ്ഞാൽ തനിക്ക് ഇഷ്ടമുള്ള പല സാധനങ്ങളും കഴിക്കാൻ ആഗ്രഹം ഉണ്ടാവും. കാരണം ഇനി അധികകാലം കഴിക്കാനുണ്ടാവില്ല എന്നുള്ള തോന്നലുകൾ തന്നെയാണ് അതിന് പ്രധാനമായിട്ടുള്ള കാരണം. ചിലപ്പോൾ ഈ മത്സ്യമാംസാദികളൊക്കെ കഴിച്ച് ശീലമുണ്ടായിരുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ പലതും അങ്ങനെയുള്ളതൊക്കെ കഴിക്കണം എന്ന് വലിയ ആഗ്രഹം ഉണ്ടാവും, നന്നായിട്ട് കഴിക്കണം എന്നൊക്കെ. പണ്ട് അങ്ങനെ ഒരുപാട് വറുത്തും പുരിശുമൊക്കെ കഴിച്ചിട്ടുള്ള ശീലമുള്ളതാണ്. പക്ഷേ ഇപ്പോൾ ആര് കൊടുക്കാൻ, ഒരു കഷ്ണമൊക്കെ കൊടുത്താലായി എന്നല്ലാണ്ട് പണ്ട് ഈ കാരണവർക്ക് അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് കൊടുത്തിട്ട് മുഖ്യമായിട്ടും ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ അങ്ങനെ സ്പെഷ്യലുകൾ ഉണ്ടാവണമെന്ന് നിർബന്ധമുള്ള ആളാണ്. ഇപ്പം എന്ത് സ്പെഷ്യൽ കിട്ടി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതും ഒരു കഷ്ണം കൊടുത്താൽ കൊടുത്തു, അല്ലാണ്ട് ഇപ്പോൾ ഈ വയ്യാണ്ട് കിടക്കുന്ന കാരണവർക്ക് ഇപ്പോൾ ആരും വറുത്തതിൻ്റെ നടുക്കഷ്ണമൊന്നും കൊണ്ടു കൊടുക്കില്ല. എന്തെങ്കിലും ഒരു പേരിന് കൊടുത്താൽ കൊടുക്കും എന്നല്ലാണ്ട് വേറെ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് കഴിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പഴയ ഓർമ്മയിലാണല്ലോ. 90 വയസ്സായിട്ട് ചുരുണ്ട് മടങ്ങി അട്ടയെപ്പോലെ കിടക്കുകയാണെങ്കിൽ കൂടി ഇപ്പോഴും തൻ്റെ മനസ്സിലിപ്പോഴും താൻ ഒരു 30-32 വയസ്സിൽ ഉള്ളതായിട്ടുള്ള ഓർമ്മയാണ് ഉണ്ടാവുക. അതുകൊണ്ടല്ലേ ഇടയ്ക്ക് പറയുക ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് വരും എന്നൊക്കെ പറയുന്നത് കേൾക്കുക. 2 പേര് പിടിച്ചിട്ട് ബാത്റൂമിലേക്ക് കൊണ്ടുപോകേണ്ട ആളാണ് ഈ പറയുന്നത്. ഞാൻ ഇവിടുന്ന് എണീറ്റ് വന്നാലുണ്ടല്ലോ എന്നൊക്കെ ഇടയ്ക്ക് ആ പഴയ ഓർമ്മയിൽ പറയുന്നതൊക്കെ കേൾക്കാം. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ആ സമയത്ത് അവസ്ഥ. മാത്രമല്ല ഇനിയിപ്പോൾ വല്ലപ്പോഴും നന്നായിട്ട് കഴിക്കാൻ കിട്ടിയെന്ന് വിചാരിക്കുക, ആ സമയത്തോ പ്രദീപ്താഗ്നി അല്പാഹാരോ അല്പചേഷ്ടിത. ഈ ജഠരാഗ്നിയൊന്നും മര്യാദയ്ക്ക് പ്രവർത്തിക്കില്ല. കാരണം ഇതെല്ലാം പഞ്ചറായിട്ടിരിക്കുകയാണ് ഉള്ളിൽ. അപ്പോൾ വല്ലപ്പോഴും ഈ ആർത്തിയോടുകൂടി എന്തെങ്കിലുമൊക്കെ കഴിച്ചു കഴിഞ്ഞാലോ അത് ദഹിക്കൂല. അതിൻ്റെതായിട്ടുള്ള പ്രശ്നം വേറെ, ദഹിക്കാണ്ടിരിക്കണോ, അതുകൊണ്ട് ചിലപ്പോൾ വലിയ പ്രശ്നങ്ങൾ വേറെ ഉണ്ടാകും. അങ്ങനെ ഇനി ഒരുപാട് കഴിക്കണം എന്ന് ആഗ്രഹിക്കും, ചിലപ്പോൾ വലിയ വിഭവങ്ങളോടുകൂടി ഒരുപാട് കഴിക്കണം എന്ന് വലിയ ആർത്തി ഉണ്ടാവും. പക്ഷേ കഴിക്കാൻ പറ്റില്ല, ഇറങ്ങണ്ടേ. അല്പചേഷ്ടിത, അതുപോലെ നടക്കാനോ ബാക്കിയൊന്നും സാധിക്കില്ല. എപ്പോഴും ഈ ശ്വാസം മുട്ടും ഏമ്പക്കവും ഇതൊക്കെ ഇങ്ങനെ വരുന്നു. ചിലപ്പോൾ ശ്വാസം കിട്ടില്ല, ഇടയ്ക്കിടയ്ക്ക് ഈ ചുമ വരും, ഈ ശ്വാസമൊക്കെ തടഞ്ഞ് കഫസമൃദ്ധ നാടിക, ഈ കഫമൊക്കെ വന്ന് തൊണ്ടയിലൊക്കെ അടഞ്ഞ് വലിയ പ്രയാസമാണ്.
കണ്ഠേ ഘുരഘുരായത്തെ. ഈ കഫമൊക്കെ കഴുത്തിലൊക്കെ വന്ന് അടഞ്ഞ് ശ്വാസം വിടുന്ന സമയത്ത് ഖുർ ഖുർ എന്നുള്ള ശബ്ദങ്ങളൊക്കെ ഇങ്ങനെ വരും ഇടയ്ക്ക്. ഇതൊക്കെ കേൾക്കുന്നത് തന്നെ വീട്ടിലുള്ള മറ്റുള്ളവർക്കൊക്കെ, കാരണം മക്കളും ബാക്കിയുള്ളവരൊക്കെ വലിയ യൗവന പ്രായത്തിലുള്ളവരാണ്, സുന്ദരന്മാരും സുന്ദരികളുമായിട്ടുള്ള അവർക്ക് വീട്ടിൻ്റെ ഉമ്മറത്ത്, വീട്ടിലുള്ള ആളിപ്പോഴും പഴയ കാരണവരാണല്ലോ, അപ്പോൾ ചിലപ്പോൾ ഉമ്മറത്ത് ഇങ്ങനെ കസേരയിലൊക്കെ വന്നിരിക്കും. അപ്പോൾ ദുശകുനം പോലെയാണ് വീട്ടിലുള്ളവർ കാണുക. അച്ഛനൊന്ന് അകത്ത് പോയിരുന്നൂടെ എന്ന് ചോദിക്കും. ചിലപ്പോൾ മരുമക്കളൊക്കെ ഉണ്ടാവും. ആ മരുമക്കൾക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളുടെ ഈ മൂത്രത്തിൻ്റെ ഗന്ധവും ബാക്കിയൊന്നും സഹിക്കാൻ സാധിക്കില്ല. അപ്പോൾ അവർ പലപ്പോഴും മൂക്കുപൊത്തിയിട്ട് അവജ്ഞയോട് കൂടിയിട്ടാണ് അങ്ങോട്ടൊക്കെ വരിക. ഈ കിളവൻ കിടക്കുന്നതായിട്ടുള്ള, വൃദ്ധൻ കിടക്കുന്നതായിട്ടുള്ള മുറിയിലേക്ക് തന്നെ വരാൻ അവർക്കൊക്കെ വലിയ പ്രയാസമാണ്, മടിയാണ്. കാരണം ഈ ദുർഗന്ധമാണ്. എന്നാൽ ഇയാളിപ്പോൾ ഇതൊന്നും മനഃപൂർവ്വം ചെയ്യുന്നതല്ല. ചിലപ്പോൾ മൂത്രമൊഴിക്കുന്നത് അറിയില്ല, അറിയാതെ തന്നെ വസ്ത്രത്തിലൊക്കെ മലമൂത്ര വിസർജനമൊക്കെ ചെയ്യും. ചിലപ്പോൾ കക്കൂസിൽ പോകുമ്പോഴേക്ക് ചിലപ്പോൾ അത് വെളിയിൽ പോകാം. പക്ഷെ ഇതൊന്നും നിവൃത്തിയില്ലല്ലോ. അപ്പം അതുകൊണ്ടൊക്കെ വലിയ വിഷമങ്ങളാണ് അവർക്കുണ്ടാകുന്നത്. അത് പലപ്പോഴും അപ്രിയങ്ങളായിട്ട് അവർ പറയും, ഈ വൃദ്ധനെ എവിടെയെങ്കിലും കൊണ്ടാക്കിക്കോളൂ, ഇയാളെ ശുശ്രൂഷിക്കാനൊന്നും എനിക്ക് സാധിക്കില്ല എന്നുള്ള കാര്യം പറയും. എന്നാൽ തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തൻ്റെ പേരക്കുട്ടികളും ബാക്കിയുള്ളവരൊക്കെ ശുശ്രൂഷിക്കുക, അതിനാണ് അവർക്ക് കൂടുതൽ താല്പര്യം. അല്ലാതെ വയസ്സനായിട്ടുള്ള തൻ്റെ കാര്യം നോക്കാനോ ഒന്നും പലപ്പോഴും താല്പര്യം ഉണ്ടാവില്ല. പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയന്നിട്ടെങ്കിലും ചെയ്യുമായിരുന്നു. ഇപ്പോൾ എണീക്കാനാവതില്ല എന്നറിയുന്ന സമയത്ത് അവർക്കും വലിയ താല്പര്യമൊന്നും ഇല്ലാതെയായിരിക്കുകയാണ്. അങ്ങനെ അവഗണനയോടെ തരുന്നതായിട്ടുള്ള ആ ആഹാരം കഴിച്ചുകൊണ്ടും പലവിധ രോഗങ്ങളെ കൊണ്ട് ആർത്തനായിട്ടും കഴിയേണ്ടി വരുന്നു. ദഹനശക്തിയൊക്കെ കുറയും, ആഹാരത്തിൽ രുചിയില്ലാതെയായി തീരും, തൊണ്ടയിൽ കഫമൊക്കെ ഇങ്ങനെ കെട്ടി ശ്വാസമൊക്കെ തടഞ്ഞ് വളരെയധികം കഷ്ടപ്പെടും. അപ്പോൾ ഇടയ്ക്ക് വെള്ളമൊക്കെ ചൂടുവെള്ളം കുടിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. തൻ്റെ വേണ്ടപ്പെട്ടവർ തൻ്റെ നെഞ്ചത്തൊക്കെ ഒഴിഞ്ഞു തരണം എന്നൊക്കെ ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷേ അതൊക്കെ വെറും വ്യാമോഹങ്ങൾ മാത്രമായി തീരുന്നുള്ളതാണ്. കിട്ടുന്നതായിട്ടുള്ള ഭക്ഷണം ചിലപ്പോൾ തണുത്തതോ ബാക്കിയൊക്കെ ആയിരിക്കും. അതൊന്നും ഒരു പരാതിയും കൂടാതെ കഴിക്കുക എന്നല്ലാതെ നിവൃത്തിയില്ല. കാരണം തൻ്റെ വാക്കിനിപ്പോൾ യാതൊരു വിലയില്ല. ഒരു നികൃഷ്ട ജീവിയെപ്പോലെയാണ് പലപ്പോഴും ഇങ്ങനെയുള്ള ആളുകളെ കാണുക. അങ്ങനെയുള്ള അവസ്ഥയിൽ ഇടയ്ക്ക് ബന്ധുക്കളൊക്കെ ചുറ്റും കൂടി നിന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ പോലും കഴിയാതെയായി തീരും. കാരണം ഓർമ്മയും വേണ്ട രീതിയിലില്ല. തൻ്റെ നിസ്സഹായ അവസ്ഥയിൽ വളരെയധികം പരിതപിക്കും, ഉള്ളിൽ വലിയ മനോവേദന അനുഭവിക്കും. കുറച്ച് സമ്പത്തും ബാക്കിയൊക്കെ ഉള്ളതുകൊണ്ട്, അല്ലെങ്കിൽ നാട്ടുകാരെന്ത് പറയും എന്നുള്ളത് കൊണ്ട് വീട്ടിൽ നിന്ന് അടിച്ചു പുറത്താക്കിയിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ആ രീതിയിൽ അങ്ങനെ അവിടെ കഴിയും. എന്നാലും മനസ്സുകൊണ്ട് ഇപ്പോഴും കുടുംബത്തെ ഭരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ മനസ്സുകൊണ്ട് കുടുംബ ഭരണത്തിൽ വ്യാപരിച്ചും, കാരണം കുടുംബത്തിലെ കാരണവരാണ്, അപ്പോഴും വിചാരിക്കും ഇതൊക്കെ മാറിയിട്ട് വന്നിട്ട് വേണം ഇതൊക്കെ ഒന്ന് ശരിയാക്കാൻ, എൻ്റെ അസുഖമൊക്കെ മാറും. എന്താണെങ്കിലും പുതിയ ഡോക്ടറെയാണ് കണ്ടിട്ടുള്ളത്. ആ ഡോക്ടർ വളരെ മിടുക്കനാണ്, അസുഖമൊക്കെ മാറ്റി തന്നെ ഊർജ്ജസ്വലനാക്കി തരും എന്ന് 96 വയസ്സായിട്ട് ഇങ്ങനെ ചുരുണ്ട് കിടക്കുമ്പോഴും ആലോചിക്കും. എന്നിട്ട് വേണം കുടുംബ ഭരണം നന്നായിട്ട് നടത്താൻ, മക്കളൊക്കെ ഒരു നേരെ ചൊവ്വെന്ന് പഠിപ്പിക്കണം എന്നൊക്കെ വിചാരിച്ചും ഇന്ദ്രിയങ്ങളെ ജയിക്കാൻ പരിശ്രമിക്കാതെയും ജീവിച്ചതായ മനുഷ്യൻ വളരെ വേദന സഹിച്ച് അവസാനം ബോധം മറിഞ്ഞ് മരിക്കുന്നു. അതായത് ഈ പറയുന്നതൊക്കെ ഈശ്വരീയ മാർഗത്തിൽ അല്ലെങ്കിൽ ധാർമ്മിക മാർഗത്തിൽ സഞ്ചരിക്കാത്ത ഒരു അധാർമികനായിട്ടുള്ള വ്യക്തിയുടെ കാര്യമാണ് പറഞ്ഞത്. അപ്പം ഇതുവരെ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത് ധാർമ്മികമായി ഈശ്വരഭക്തിയോടുകൂടി അനുഷ്ഠാനങ്ങളോടുകൂടി ജീവിക്കുന്ന ഒരാളാണെങ്കിൽ, അതൊന്നുമില്ലാതെ യഥേഷ്ട ആചരണം ചെയ്ത് ജീവിക്കുന്ന ആളുകൾ. കാരണം ഒരു ചോദ്യം അതാണ്, അപ്പോൾ ഈ ലോകത്തെല്ലാവരും നല്ല വഴിയിലല്ലല്ലോ ജീവിക്കുന്നത്. അപ്പോൾ അധാർമികമായിട്ട് ജീവിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവരുടെ ഗതി എന്തായിരിക്കും എന്നുള്ളതിനെ പറയുന്ന സമയത്താണ് ഈ കാലഗതി എന്നുള്ളതിനെ കുറിച്ചിട്ട് പറയുന്നത്, അല്ലെങ്കിൽ ജീവന്റെ അധോഗതി. സത്കർമ്മങ്ങൾ ചെയ്യുന്ന ജീവന്മാർക്ക് എപ്പോഴും ഊർധ്വഗതിയാണ് ഉണ്ടാവുക. ദുഷ്കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകൾക്കാണ് അധോഗതി ഉണ്ടാവുക. അതിനെയാണ് പറയുന്നത്. അപ്പം അങ്ങനെ അദ്ദേഹം മരിക്കുന്നു. ഈ മരണസമയത്താണെങ്കിലോ ഭയങ്കരന്മാരായിട്ടുള്ള 2 യമദൂതന്മാരെ മുമ്പിൽ കണ്ട് ഭയപ്പെട്ട് വിറയ്ക്കും. വലിയ ഗംഭീരന്മാരായിരിക്കും ആ യമദൂതന്മാർ. വളരെ കഠിനമായിട്ടുള്ള ശരീരം, അവരുടെ കണ്ണുകളാണെന്നുണ്ടെങ്കിൽ ആകെ
നല്ല തീക്കട്ടകളെ പോലെയുള്ള അല്ലെങ്കിൽ ക്രോധം കൊണ്ട് ജ്വലിക്കുന്ന തരത്തിലുള്ള കണ്ണുകൾ, നല്ല കൊമ്പം മീശ, വലിയ തടിച്ച ചുണ്ടുകൾ, വട്ടമുഖം, ആ മുഖത്തൊക്കെ കുറ്റിത്താടിയുണ്ട്. അങ്ങനെയുള്ള അവരുടെ നോട്ടം തന്നെ ദഹിപ്പിക്കുന്ന തരത്തിലാണ്. ഒരു ചെമ്പിച്ച തലമുടി ഉണ്ടാവും. അവരുടെ ശരീരമൊക്കെ വളരെ ബലിഷ്ഠമായിട്ടുള്ള ശരീരം. അങ്ങനെ അവരുടെ കയ്യിലാണെന്നുണ്ടെങ്കിൽ കയറും മുള്ളുവടിയും ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആയിട്ടാണ് ആ യമദൂതന്മാരെ മുമ്പിൽ വന്നു നിൽക്കുന്നത്. ഈ യമദൂതന്മാരെ മുമ്പിൽ കണ്ട് ഈ മഹാഭാവി ഭയപ്പെട്ട് വിറയ്ക്കും. ഈ ശരീരത്തിൽ നിന്ന് ജീവനെ യാതനാ ശരീരത്തിലേക്ക് മാറ്റും. അതായത് ഭൗതിക ശരീരം നമ്മൾ ഇവിടെ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ പിന്നീട് ജീവന് കിട്ടുന്ന ശരീരമാണ് യാതനാ ശരീരം, അല്ലെങ്കിൽ ആദിവാഹിക ശരീരം എന്ന് പറയും, ഇവിടുന്ന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. പിന്നീട് നരകത്തിൽ കിട്ടുന്ന ശരീരമാണ് യാതനാ ശരീരം. ആ നരകത്തിൽ ചെന്ന് പാപം അനുഭവിക്കുന്നതിനൊക്കെയുള്ള ശരീരമാണ് യാതനാദേഹം എന്ന് പറയുന്നത്. അത് കിട്ടുന്നതിന് മുമ്പുള്ളതിന് ആദിവാഹിക ശരീരം എന്ന് പറയും, ഇവിടുന്ന് വഹിച്ചു കൊണ്ടുപോകുന്നതായിട്ടുള്ള ശരീരം. അങ്ങനെ യാതനാ ശരീരത്തിലേക്കോ അല്ലെങ്കിൽ ആദിവാഹിക ശരീരത്തിലേക്കോ മാറ്റി കഴുത്തിൽ കയറും കെട്ടി വലിച്ചുകൊണ്ടാണ് യമദൂതന്മാർ പാപികളായിട്ട് ജീവന്മാരെ യമലോകത്തേക്ക് കൊണ്ടുപോകുന്നത്. കാരണം ഇവിടെ അത്രയും അധർമ്മം ചെയ്തിട്ടാണ് ജീവിച്ചിട്ടുള്ളത്. നല്ല കാര്യങ്ങൾ ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, ഒരു കാര്യവുമില്ലാതെ തന്നെ പറ്റാവുന്ന തരത്തിലുള്ള മഹാദുരിതങ്ങൾ മുഴുവൻ ചെയ്തു വച്ചിട്ടുള്ള മഹാപാപികളാണ്. അതുകൊണ്ട് കഴുത്തിൽ കയറും കെട്ടി വലിച്ചും കൊണ്ട് അങ്ങനെ ദ്രോഹിച്ചുകൊണ്ടാണ് യമദൂതന്മാർ പാപികളായിട്ടുള്ള ജീവന്മാരെ യമലോകത്തേക്ക് കൊണ്ടുപോവുക. നരകത്തിൽ ചെന്ന് പാപഫലം അനുഭവിക്കുന്നതിനുള്ള ശരീരത്തെയാണ് യാതനാദേഹം എന്ന് പറയുന്നതെന്ന് നേരത്തെ പറഞ്ഞു. യമദൂതന്മാർ പോകുന്ന വഴി മുഴുവൻ കഠിനമായിട്ട് അധിക്ഷേപിക്കുന്നുള്ളതാണ്. ഈ കഴുത്തിൽ കയറും കെട്ടി കുടുക്കിട്ട് വലിച്ച് കൊണ്ടുപോകുന്ന സമയത്ത് അവർ ആവശ്യത്തിന് ദ്രോഹിക്കുകയും ചെയ്യും. മാത്രമല്ല ചെയ്തിട്ടുള്ള മഹാപാപത്തെക്കുറിച്ചും ഒക്കെ പറഞ്ഞ് കാണ്ടമാനം വഴക്കും പറയും. മാത്രമല്ല ഇടയ്ക്കിടയ്ക്ക് ഭയപ്പെടുത്തും. അവിടെ ചെന്ന് കിട്ടാനുള്ള നരകയാതനകളെയൊക്കെ കുറിച്ച് പറഞ്ഞ് ഓർമ്മിപ്പിച്ചുകൊണ്ട് നന്നായി ഭർസിക്കും. അവർ ചീത്ത പറയും. കിട്ടിയതായിട്ടുള്ള സമയത്ത് നല്ല കാര്യങ്ങളൊന്നും ചെയ്യാത്തത് കൊണ്ടല്ലേ നിന്നെ അവിടെ കൊണ്ടുപോയി കുംഭീഭാഗത്തിലിട്ട് പുഴുങ്ങും, നായ്ക്കൾക്ക് വെട്ടി നുറുക്കിയിട്ട് കൊടുക്കും തുടങ്ങിയിട്ടുള്ളതൊക്കെ കേൾക്കും തോറും വല്ലാത്ത ഭയം അനുഭവിക്കും. വഴിയിലാണെന്നുണ്ടെങ്കിൽ വലിയ കൂറ്റൻ നായ്ക്കളൊക്കെ ഉണ്ട് അവിടെ. ആ നായ്ക്കളൊക്കെ ശരീരത്തെ കടിച്ചു പൊളിക്കും. നമ്മളിപ്പോൾ അവിടെ തെരുവ് നായ്ക്കളൊക്കെ കടിച്ചു വലിക്കുന്നതൊക്കെ കാണാറുണ്ടല്ലോ. അതുപോലെ ഈ മഹാഭാവി പോണ സമയത്ത് അവിടെയും വലിയ ദംഷ്ട്രകളുള്ളതായ ക്രൂരന്മാരായിട്ടുള്ള നായ്ക്കളുണ്ട്. ആ നായ്ക്കളൊക്കെ കടിച്ച് അവിടുത്തെ യാതനാ ശരീരത്തെ കടിച്ച് വലിച്ച് അതിൻ്റെ മാംസമൊക്കെ പറിച്ച് അങ്ങനെ എടുക്കും എന്നുള്ളതാണ്. ഒരു ദയ അവർക്കുണ്ടാവില്ല. യമദൂതന്മാർക്കും ദയ ഉണ്ടാവില്ല. ആ യമലോകത്തേക്ക് പോകുന്ന വഴിയിലുള്ള നായ്ക്കൾക്കും ദയ ഉണ്ടാവില്ല. ചിലപ്പോൾ ശരീരത്തിൻ്റെ പല ഭാഗത്തും ആ പച്ച മാംസം കടിച്ച് വലിച്ച് അവറ്റകൾ തിന്നുന്നു കൂടുതലുണ്ടാവും. വേട്ട നായ്ക്കളെ പോലെയുള്ള അങ്ങനെയുള്ള ക്രൂര നായ്ക്കൾ 5-8 വന്ന് ഒരുമിച്ചൊക്കെ ചിലപ്പോൾ ആക്രമിച്ച് ദ്രോഹിച്ച് കളയും. ശരീരത്തിൻ്റെ മാംസമൊക്കെ കടിച്ചു വലിച്ച് അങ്ങനെ ദ്രോഹിക്കും. പക്ഷേ ഈ യമദൂതന്മാർ അവരെ ഓടിക്കുക അങ്ങനെയുള്ള അതിനുള്ള ഒരു പരിഹാരം ചെയ്യുന്നില്ല. കാരണം അവിടെ വളരുന്ന നായ്ക്കൾക്ക് കിട്ടുന്നത് ഇങ്ങനെ കൊണ്ടുപോകുന്നതായിട്ടുള്ള ദുഷ്ടന്മാരായിട്ടുള്ള മഹാപാപികളുടെ ആ മാംസവും ബാക്കിയുള്ളതൊക്കെയാണ്. അങ്ങനെ അവറ്റകളൊക്കെ കടിച്ചു പൊളിക്കും. താൻ ചെയ്തിട്ടുള്ള പാപങ്ങളൊക്കെ ആ സമയത്ത് ഓർമ്മ വരും. ചെയ്തിട്ടുള്ള അധർമ്മങ്ങളും അന്യായങ്ങളും ഒക്കെ ഓർമ്മ വരും. ഓർമ്മ വരാത്തതിനെയൊക്കെ യമദൂതന്മാർ പറഞ്ഞു ഓർമ്മിപ്പിക്കുകയും ചെയ്യും. വിശന്നിട്ടും ദാഹിച്ചിട്ടും പരവശനാകും. കാരണം വലിയ ചൂട്, സൂര്യൻ്റെതായിട്ടുള്ള കടുത്ത ചൂടുണ്ട്. മാത്രമല്ല ഇവിടെ സമയാസമയത്ത് വെള്ളവും ചായയും കാപ്പിയൊക്കെ കുടിച്ച് ശീലിച്ചിട്ടുള്ളതാണ്. പ്രാണൻ അവിടെ ആദിവാഹിക ശരീരത്തിലുള്ളത് കൊണ്ട് പ്രാണൻ്റെതായിട്ടുള്ള വിശപ്പും ദാഹവും ഒക്കെ ഉണ്ടാവും. അപ്പം ഈ വിശപ്പും ദാഹമൊക്കെ കൊണ്ട് പരവശനാകും. സൂര്യൻ്റെയും അഗ്നിയുടെയൊക്കെ ചൂടും സഹിച്ച് ചുഴലിക്കാറ്റിൽപ്പെട്ട് കഷ്ടപ്പെടും. കണ്ണിലൊക്കെ ഈ മണൽത്തരിയൊക്കെ അടിച്ച് കയറി ശരീരത്തിലെ ചൂട് ഇപ്പോഴും നമുക്കറിയാൻ വേണ്ടി ഒരു 45-48 ഡിഗ്രിയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ചൂട് എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. അതിനേക്കാളും ഒക്കെ കടുത്ത ചൂടിൽ ശരീരമൊക്കെ വറ്റി വരളും. ദാഹിച്ച് നമ്മുടെ തൊണ്ടയൊക്കെ വരണ്ട് നാക്കൊക്കെ പുറത്തേക്ക് വരും. ഒരു തുള്ളി വെള്ളം കിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെ ആ ചുട്ടുപഴുത്ത മണൽ പ്രദേശത്തു കൂടിയായിരിക്കും നരകത്തിലേക്ക് കൊണ്ടുപോവുക. മൊത്തം കയ്യോ കാലോ നിലത്ത് കുത്താൻ പറ്റാത്ത അത്രയും ചൂട്, പുറത്തുള്ള ചൂട്, മണലിൻ്റെ ചൂട്, ഇങ്ങനെയൊക്കെ ഉള്ളതായിട്ടുള്ള ആ ചുട്ട് പഴുത്തതായിട്ടുള്ള മണലിലൂടെ
ഈ മഹാപാപിയെ കെട്ടി വലിച്ച് ഇടയ്ക്ക് നടക്കാൻ വയ്യാതെ അവിടെ ചിലപ്പോൾ വീഴും, കയ്യിൻ്റെയും കാലിൻ്റെയും ഒക്കെ ശേഷിയൊക്കെ കഴിഞ്ഞ്. പക്ഷേ അങ്ങനെയുള്ള ആ മണലിലൂടെ ഇട്ട് വലിക്കും. അവർക്ക് യാതൊരു ദയയില്ല. ചോദിക്കും ഇങ്ങനെയൊക്കെ കാണിക്കുന്ന സമയത്ത്, എന്നോട് എന്തെങ്കിലും ലേശം ദയ കാണിക്കണേ എന്നൊക്കെ പറഞ്ഞ് കരയും. അപ്പോൾ ചോദിക്കുന്നുണ്ട്, നിന്റെ മുമ്പിൽ വരുന്നതായിട്ടുള്ള മിണ്ടാപ്രാണികളാണെങ്കിലും അല്ലെങ്കിൽ സാധുക്കളായിട്ടുള്ള മനുഷ്യർ നിന്നോട് ഇതുപോലെ യാചിച്ച സമയത്ത് ദയയുടെ ഒരു കണികെങ്കിലും നീ കാണിച്ചിട്ടുണ്ടോ? അന്ന് നിനക്കിതൊക്കെ കാണിക്കാൻ പറ്റിയിട്ടുണ്ടോ എന്ന് ചോദിച്ച് ഒരു ദയയും കാണിക്കാതെ ആ ചുട്ടുപഴുത്ത മണലിലൂടെ ദേഹത്തെ മുഴുവനിട്ട് വലിച്ച് കൊണ്ടുപോകും. ചിലപ്പോൾ മുള്ളും കല്ലും ഒക്കെ ഉള്ള വഴിയായിരിക്കും, അതിലൂടെയൊക്കെ വലിച്ച് ദേഹം മുഴുവൻ മുറിഞ്ഞ് അങ്ങനെയാണ് കൊണ്ടുപോകുന്നത് തന്നെ. ഇടയ്ക്ക് മടി പിടിച്ച് ഇരിക്കും. ആ നരകത്തിലേക്ക് ചുട്ടുപഴുത്ത മണലിലൂടെ കൊണ്ടുപോകുന്ന സമയത്ത് ശേഷിയില്ലാതെ അങ്ങനെ ഇരിക്കും ബലം പിടിച്ചിട്ട്. ആ സമയത്ത് അവരുടെ കയ്യിൽ നല്ല ചാട്ടവാറുണ്ടാവും. ആ ചാട്ടവാറ് കൊണ്ട് അടിച്ച് നന്നായിട്ട് ഉപദ്രവിക്കും. ഇടയ്ക്ക് അടി കിട്ടുന്ന സമയത്ത് ആ ചാട്ടവാറിൻ്റെ കൂടെ ശരീരത്തിലെ തൊലിയും മാംസവും ഒക്കെ അടർന്നു പോരുന്ന തരത്തിലാണ് ആ ചാട്ടവാറ് കൊണ്ടൊക്കെ അടിക്കുക. ചാട്ടവാറിൽ മുള്ളൊക്കെ പിടിപ്പിച്ചിട്ടുള്ള ആ ചാട്ടവാറ് കൊണ്ട് നന്നായിട്ട് അടിച്ച് ശരീരത്തിലുള്ളതായ ആ മാംസവും അതുപോലെ തന്നെ തൊലിയും ഒക്കെ ഈ ചാട്ടവാറിൻ്റെ കൂടെ പറഞ്ഞു പോരും. പക്ഷേ എന്നാലും അവർക്കൊരു ദയുണ്ടാവില്ല യമദൂതന്മാർക്ക്. ദാഹിച്ചു വലഞ്ഞൊരു തുള്ളി വെള്ളത്തിന് വേണ്ടി അവരോട് യാചിക്കും. പക്ഷേ ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാൻ കിട്ടില്ല. നീ ആർക്കെങ്കിലും ദാഹിച്ചു വലയുന്ന ആളുകൾക്ക് വെള്ളം കൊടുത്തിട്ടുണ്ടോ മഹാപാപി എന്നും ചോദിച്ചിട്ടായിരിക്കും വീണ്ടും അടിക്കുക. അതുപോലെ തന്നെ എന്തെങ്കിലും തണലോ വല്ലതുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒട്ടും തണലില്ല. വിശ്രമിക്കാൻ ഒരല്പം പോലും തണലില്ലാത്തതായിട്ടുള്ള വഴിയായിരിക്കും. ഇടയ്ക്കൊക്കെ വേദന താങ്ങാൻ കഴിയാതെ ബോധം കെട്ട് വീഴും. ബോധം കെട്ട് വീണാലും നല്ല അടിയുണ്ടാവും. അടിച്ചാണ് ഇവർ എഴുന്നേൽപ്പിക്കുക. പാപികൾക്ക് സഞ്ചരിക്കാനുള്ള മാർഗത്തിലൂടെ 99,000 യോജന ദൂരം 2 മുഹൂർത്തം അല്ലെങ്കിൽ 3 മുഹൂർത്ത നേരം കൊണ്ടാണ് സഞ്ചരിച്ചിട്ടാണ് നരകത്തിൽ എത്തിച്ചേരുക. ഒരു മുഹൂർത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 48 മിനിറ്റാണ് ഒരു മുഹൂർത്തം. 2 മുഹൂർത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 96 മിനിറ്റ്. ഇത്രയും സമയം. ഒരു യോജന എന്ന് പറയുന്നത് 13 കിലോമീറ്റർ ആണെന്ന് പറയുന്നു. അപ്പോൾ ഇതൊക്കെ ഒരു കാൽപ്പനികമായിട്ടുള്ള കണക്കായിരിക്കാം, അറിയില്ല. എന്താണെങ്കിലും 99,000 യോജന ദൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12,87,000 കിലോമീറ്റർ എന്നാണ് പറയുന്നത് കണക്ക് നമുക്ക് നോക്കുകയാണെങ്കിൽ. അപ്പോൾ അത്രയും ദൂരം ഏകദേശം നരകത്തേക്കുണ്ട് എന്നാണ് പറയുന്നത്. 1.5 മണിക്കൂർ കൊണ്ടാണ് ഈ വഴിയിലൂടെ അവിടെ എത്തിക്കും. അതൊക്കെ അവർക്ക് നന്നായിട്ട് അറിയാം. സ്ഥിരം ആളുകളെ കൊണ്ടുപോകുന്നതാണല്ലോ. അതുകൊണ്ട് എങ്ങനെ ആ സമയത്തൊക്കെ അവിടെ എത്തിക്കാം എന്നുള്ളത് യമദൂതന്മാർക്ക് നന്നായിട്ട് അറിയാം. ഇനി അല്ലെങ്കിൽ അവിടെ പോകുന്ന വഴിക്ക് ചിലപ്പോൾ നമുക്കും അറിയാൻ പറ്റും. എങ്ങനെയാണ് പോകുമ്പോൾ അറിയാൽ എങ്ങനെയൊക്കെയാണ് കൊണ്ടുപോകുക എന്നുള്ളത്. അങ്ങനെ നരകത്തിൽ എത്തിക്കഴിഞ്ഞാൽ അനുഭവിക്കേണ്ട ശിക്ഷകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിഭയങ്കരങ്ങളാണ്. നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത അത്രയും ശിക്ഷകളാണ് അവിടെ അനുഭവിക്കേണ്ടി വരിക. ഇവിടെ പറയും സ്വർഗവും നരകമൊന്നും ഇല്ല എന്നൊക്കെ പറയുന്ന ആളുകൾക്ക് അത് കഠോപനിഷത്തിൽ യമരാജാവ് പറയുന്നുണ്ട്. അയം ലോകഃ ന പര ഇതി മാനി. ഈ ലോകം മാത്രമേ സത്യമുള്ളൂ. ആരാ പറഞ്ഞത് സ്വർഗവും നരകമൊക്കെ ഉണ്ട് എന്നുള്ളത് ആരെങ്കിലും കണ്ടു വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ കഠോപനിഷത്തിൽ യമരാജാവ് നചികേതസിനോട് പറയുന്നുണ്ട്, നചികേതസേ, അങ്ങനെ പറയുന്ന ആളുകളുമുണ്ട്. അവർക്ക് ഞാൻ പുനഃപുനരവശമാപദ്യതേമേ, അവരെ ഞാൻ ഇടയ്ക്കൊക്കെ കൊണ്ടുവന്ന് വീണ്ടും വീണ്ടും കൊണ്ടുവന്ന് എൻ്റെ ഈ നരകലോകത്ത് ഏതെല്ലാം നരകങ്ങളുണ്ട്, എന്തൊക്കെയാണ് അവിടുത്തെ അനുഭവങ്ങൾ എന്നുള്ളതൊക്കെ ഞാൻ വിശദമായിട്ട് പരിചയപ്പെടുത്തി കൊടുക്കും എന്ന് അവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന സമയത്ത് മാത്രമേ ഇതൊക്കെ പറയുള്ളൂ. അവിടെ ചെന്നു കഴിഞ്ഞാൽ അനുഭവിക്കുന്ന ശിക്ഷകൾ അതിഭയാനകങ്ങളായിട്ടുള്ളതാണ്. ശരീരം മുഴുവൻ തീക്കൊള്ളികളെ കൊണ്ട് പൊള്ളിക്കും. അങ്ങനെ നിർത്തി കയ്യും കാലും ഒക്കെ കെട്ടി വലിയ തീക്കൊള്ളികളൊക്കെ എടുത്ത് യമദൂതന്മാർ ശരീരം മുഴുവൻ പൊള്ളിക്കും എന്നുള്ളതാണ്. പൊള്ളിച്ച് അത്രയും പരിതാപകരമായിട്ടുള്ള രീതിയിൽ ശരീരം മുഴുവൻ അവർ വേവിക്കും. അപ്പോൾ നമ്മൾ ഈ കമ്പിലൊക്കെ കോർത്ത് തീയിലിട്ടിട്ട് പല ജീവികളെയും വേവിച്ച് കഴിക്കണമൊക്കെ കാണില്ലേ, അതുപോലെ കമ്പിലൊക്കെ കോർത്ത് അടിയിൽ തീയിട്ട് നമ്മളെങ്ങനെ പച്ചയ്ക്ക് വേവിച്ചെടുക്കും എന്നുള്ളതാണ്.
അതുപോലെ തന്നെ തീക്കൊള്ളികളെ കൊണ്ട് കുത്തി പൊള്ളിക്കും. സ്വന്തം മാംസം തന്നെ മുറിച്ചെടുത്ത് തീറ്റിപ്പിക്കും. വലിയൊരു കത്തി തരും. ആ കത്തി തന്ന് ആവശ്യത്തിന് വിശന്ന് കണ്ണ് കാണാതെയാവും. ഭക്ഷണമോ ബാക്കിയുള്ള ഒരു സാധനം കിട്ടില്ല. ഓരോ തരത്തിലുള്ള, അതായത് മറ്റ് വിശന്ന് വലയുന്ന ജീവികൾക്ക്, മനുഷ്യർക്കോ മറ്റു ജീവികൾക്കോ ഒരു ലേശം പോലും കയ്യിലിഷ്ടം പോലെ ഭക്ഷണം ഉണ്ടായിട്ട് അല്പം പോലും ഭക്ഷണം കൊടുക്കാതെ അവരുടെ മുമ്പിൽ വെച്ച് താൻ ഭക്ഷണം കഴിക്കുക, ആ ജീവിക്ക് ഭക്ഷണം അല്ലെങ്കിൽ ആ മനുഷ്യന് ഭക്ഷണം കൊടുക്കാതെ കഴിച്ചു കഴിയുന്ന ആളുകൾക്കാണ് സ്വന്തം മാംസം മുറിച്ചെടുത്ത് തിന്നുക പച്ചയ്ക്ക്. അല്ലാതെ വിശന്ന് വലഞ്ഞാൽ എന്ത് ചെയ്യാം? അത്രയും കൊടും പാപം ചെയ്തിട്ടുള്ള ആളുകൾക്ക് അങ്ങനെയുള്ള സ്വന്തം ശരീരത്തിൽ നിന്ന് മാംസം മുറിച്ച് തിന്നേണ്ടി വരും. ഇനി അതല്ല, വേറെ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉഗ്രമായിട്ടുള്ള നായ്ക്കളെ കൊണ്ട് കടിപ്പിക്കും. വലിയ വേട്ട നായ്ക്കളാണ്. ഈ വഴിയിൽ കടിച്ചതല്ലാണ്ട് തന്നെ 27 നായ്ക്കളുള്ളതായിട്ടുള്ള വലിയ ശ്വാനന്മാരുണ്ട്. വലിയ ഉഗ്രമായിട്ടുള്ള വേട്ടപ്പട്ടികളുള്ളതായിട്ടുള്ള നരകമുണ്ട്. ആ നരകത്തിൽ അവറ്റകളുടെ പല്ലൊക്കെ തന്നെ വജ്രം പോലെ മൂർച്ചയുള്ളതായിരിക്കും. അവ ഇങ്ങ് കടിച്ചു പിടിച്ചു കഴിഞ്ഞാൽ ശരീരത്തിൻ്റെ ഒരു ഭാഗം തന്നെ പറഞ്ഞു പോരുന്ന തരത്തിലായിരിക്കും അവരുടെ ശക്തി. ആ ശക്തരായിട്ടുള്ള വേട്ടപ്പട്ടികളെ ശരീരത്തിൻ്റെ ഭാഗങ്ങളൊക്കെ കടിച്ച് മുറിച്ച് തിന്നും പച്ചയ്ക്ക്. അതിൻ്റെതായിട്ടുള്ള വേദനകളൊക്കെ അനുഭവിക്കുക. ഇനി അതല്ലാന്നുണ്ടെങ്കിലോ ജീവനോട് കൂടിയിട്ട് കഴുകന്മാരെ കൊണ്ട് കുടൽമാലയൊക്കെ കൊത്തി വലിപ്പിക്കും. വലിയ കഴുകന്മാരുണ്ടാവും. ഈ മഹാഭാവി നരകത്തിൽ മരിക്കില്ലല്ലോ. അതിന് ഇയാളുടെ ശരീരത്തിൽ ഒരു മുറിവോ മറ്റോ ഉണ്ടാക്കിയിട്ട് അവിടെ വെയിലത്ത് ഉണക്കാൻ വയ്ക്കും. ഉണക്കാൻ വയ്ക്കുന്ന സമയത്ത് വലിയ കഴുകന്മാരുണ്ടാവും അവിടെ. ഈ കഴുകന്മാർ വന്ന് ജീവനോടുകൂടി ഇയാളുടെ വയറൊക്കെ കൊത്തിപ്പിളർന്ന് അത് തൊലിയൊക്കെ വലിച്ചെടുത്ത് ഉള്ളിലുള്ള കുടൽമാലയും ബാക്കിയുള്ള സാധനങ്ങളും ഒക്കെ ജീവനോടുകൂടി കൊത്തി വലിച്ച് പറിച്ച് പുറത്തേക്കാക്കി അതിനെയൊക്കെ തിന്നും. ഇടയ്ക്ക് വേറെ സ്ഥലമുണ്ട്, അവിടെ കഷ്ണം കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ വെട്ടി നുറുക്കും. ജീവനോട് കൂടിയിട്ട് കൈ, കാല്, ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ കഷ്ണം കഷ്ണമായിട്ട് ഇങ്ങനെ വെട്ടി നുറുക്കും. അവിടെ ധരിപ്പിക്കുക, ബോധം കെടുത്തുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അവരങ്ങനെ ഈ മത്സ്യത്തെയൊക്കെ വെട്ടി മുറുക്കുന്നുണ്ടല്ലോ അതുപോലെ, അല്ലെങ്കിൽ ഇവിടെ കോഴിയും ബാക്കിയുള്ളതിനൊക്കെ വെട്ടി നുറുക്കുമ്പോൾ കണ്ട് ആഹ്ലാദിക്കുന്നത് പോലെ തന്നെ അവിടെ ജീവനോട് കൂടിയിട്ടാണ് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം അങ്ങനെ അവിടെ കഷ്ണം കഷ്ണമായിട്ട് വെട്ടി നുറുക്കും. ഇടയ്ക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനയെ കൊണ്ട് ചവിട്ടി പിളർത്തും. അതിനുള്ള ആനകളൊക്കെ ഉണ്ട്. നമ്മൾ ഈ ആനയുടെ കാലിൻ്റെ അടിയിൽ തേങ്ങയൊക്കെ വെച്ച് ആന ചവിട്ടുന്നത് കണ്ടിട്ടില്ലേ? അതുപോലെ ഈ മഹാഭാവിയുടെ തലയൊക്കെ നിലത്ത് വെച്ച് പിടിങ് എന്ന് പറഞ്ഞിട്ട് ഒരു ചവിട്ടും ആന. അപ്പം തലച്ചോറൊക്കെ പൊട്ടി കണ്ണൊക്കെ പുറത്തേക്ക് വന്ന് ആകെ വികൃതമായി മുഖമൊക്കെ ചതഞ്ഞരഞ്ഞ് പക്ഷെ ജീവനുണ്ടാവും. അങ്ങനെ ചിലപ്പോൾ തല മാത്രമല്ല, അത് ചിലപ്പോൾ തോന്നുകയാണ് ദേഹമൊക്കെ ചവിട്ടി അരയ്ക്കണം തോന്നിക്കഴിഞ്ഞാൽ അതൊക്കെ അങ്ങനെ ചവിട്ടി അരയ്ക്കും. അങ്ങനെ ചവിട്ടി അരച്ച് എല്ലൊക്കെ പുറത്തേക്ക് വന്ന് പക്ഷെ നരകത്തിലാവുമ്പോൾ മരിക്കുന്നുള്ള പേടി വേണ്ട. അങ്ങനെയുള്ള ശിക്ഷ അനുഭവിക്കേണ്ടി വരും. ഇനി അതല്ലെങ്കിലോ സർപ്പം, തേള്, കാട്ടീച്ച തുടങ്ങിയിട്ടുള്ള ജീവികളെ കൊണ്ട് കടിപ്പിക്കും. ഉഗ്ര വിഷമുള്ളതായിരിക്കും. അത് കടിച്ചു കഴിഞ്ഞാൽ അവിടെയൊക്കെ ആ വിഷത്തിൻ്റെ ശക്തി കൊണ്ട് പഴുത്ത് വ്രണങ്ങളായി അതിൽ പുഴുക്കളൊക്കെ വന്ന് അതങ്ങനെ ജീവനോട് കൂടിയിട്ട് അതങ്ങനെ ആ വ്രണങ്ങളും വെച്ച് അതിൽ പുഴുക്കളും വന്ന് ആ വേദന അനുഭവിച്ച് അങ്ങനെ കഴിയേണ്ടി വരും. എന്നാൽ വീണ്ടും വീണ്ടും ഇങ്ങനെയുള്ള ബാക്കിയുള്ള ഈ മൃഗങ്ങൾ, സർപ്പവും തേളുമൊക്കെ ശരീരത്തിൻ്റെ പല ഭാഗത്ത് വന്ന് കടിക്കും. പർവ്വതത്തിൻ്റെ കൊടുമുടികളിൽ നിന്ന് താഴോട്ട് വലിച്ചെറിയും. താഴെയാണെന്നുണ്ടെങ്കിൽ കൂർത്തുമൂർത്ത കല്ലുകളുള്ളതായിട്ടുള്ള സ്ഥലം, അവിടുന്ന് ഉയർന്നതായിട്ടുള്ള ആ മലയുടെ മുകളിൽ നിന്ന് ആ കല്ലുകളുടെ കൂട്ടത്തിലേക്ക് തള്ളിയിടും. തള്ളിയിട്ട് കഴിഞ്ഞാൽ ഓരോ കഷ്ണത്തിലും പാറയിലും വന്ന് ഇടിക്കുന്ന സമയത്ത് തലയൊക്കെ പൊട്ടിപ്പിളർന്ന് തലയുടെ ഭാഗങ്ങളൊക്കെ തെറിച്ചു പോയി തലച്ചോറൊക്കെ വഴിയിൽ പോണത് താനിങ്ങനെ കണ്ട് അതിൻ്റെ വേദനയൊക്കെ വല്ലാത്തൊരവസ്ഥയായിരിക്കും. തലച്ചോറൊക്കെ പൊട്ടി വഴിയിൽ വീണ് കിടക്കുന്നു. തനിക്ക് പൂർണ്ണമായിട്ടുള്ള ജീവനുണ്ട്, ബോധമുണ്ട്, ഈ വേദന അനുഭവിക്കുന്നു. ഇടയ്ക്ക് പോയിട്ട് ഈ തലച്ചോറൊക്കെ വാരി തലയുടെ ഉള്ളിൽ പൊട്ടിപ്പിളർന്ന ഭാഗത്തൊക്കെ വെക്കും. ആരും സഹായത്തിനൊന്നും ഉണ്ടാവില്ല. അവിടെ 108 വിളിക്കാനൊന്നും ഉണ്ടാവില്ല. ശരീരത്തുനിന്ന് രക്തം വാർന്നൊഴുകുന്നുണ്ടാവും. ഇതെങ്ങനെ നേരെയാക്കണം എന്നറിയില്ല. കയ്യും കാലും ഒക്കെ ഒടിഞ്ഞ് എല്ലുകളൊക്കെ പുറത്തേക്ക് ഉന്തി കണ്ണൊക്കെ തെറിച്ച് വന്ന് ഈ കണ്ണൊക്കെ വീണ്ടും അവിടെ തന്നെ പിടിപ്പിക്കുക. അല്ലാണ്ട് വേറെ വഴിയൊന്നുമില്ല. കണ്ണിൻ്റെ ആ കുഴിയിൽ നിന്ന് കണ്ണൊക്കെ പുറത്തേക്ക് വന്നിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ടാവും. അത് വാരിയെടുത്ത് പൊടിയൊക്കെ തട്ടി വീണ്ടും അവിടെ തന്നെ ഉറപ്പിക്കുക. ഇങ്ങനെയുള്ളതായിട്ടുള്ള അനുഭവം. വെള്ളത്തിൽ കെട്ടിത്താഴ്ത്തി ശ്വാസം മുട്ടിക്കും. വലിയ തടിമാടന്മാർ വെള്ളത്തിലിങ്ങനെ അമർത്തിപ്പിടിച്ച് ശ്വാസം മുട്ടി ഇങ്ങനെ പിടഞ്ഞ് കുറച്ച് സമയമൊന്നുമില്ല. അവിടെ പിന്നെ മരിക്കാത്തത് കൊണ്ട് എത്ര സമയം
താഴ്ത്തിപ്പിടിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല. ചിലപ്പോൾ അവർ താഴ്ത്തിപ്പിടിക്കാൻ കുറേ മടിയാണെന്നുണ്ടെങ്കിൽ കഴുത്തിൽ 2 കല്ലും കെട്ടി താഴേക്കിടും. അങ്ങനെ അവിടെ വെള്ളത്തിൽ കിടന്ന് ആ ശ്വാസം കിട്ടാണ്ട് പെടഞ്ഞ് അനുഭവിക്കുന്നതായിട്ടുള്ള ദുഃഖം, ഇങ്ങനെ പലവിധ ശിക്ഷകളും നരകത്തിൽ അനുഭവിക്കേണ്ടി വരും. താമിശ്രം, അന്ധതാമിശ്രം, രൗരവം തുടങ്ങി 28 നരകങ്ങളുണ്ട്. അവിടെ ചെന്ന് താൻ ചെയ്തതായിട്ടുള്ള അധർമ്മത്തിൻ്റെ ഫലമായിട്ട് ശിക്ഷകൾ അനുഭവിക്കേണ്ടി വരും എന്നുള്ളത് തീർച്ചയാണ്. ഇവിടെ എന്തെല്ലാം പാപങ്ങൾ ചെയ്തിട്ടുണ്ടോ അതിൻ്റെയൊക്കെ കൃത്യമായിട്ടുള്ള കണക്ക് ചിത്രഗുപ്തൻ്റെ കയ്യിലുണ്ട്. അതിൻ്റെയൊക്കെ കണക്ക് പറഞ്ഞ് കാലകലയതാമഹം എന്ന് പറഞ്ഞിട്ടുണ്ട് ഗീതയിൽ. അർജുന, കണക്ക് വയ്ക്കുന്നതിൽ ഞാൻ കാലസ്വരൂപിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ആ കാലസ്വരൂപിയാണ് ഇവിടെ ഭഗവാൻ. അതുകൊണ്ട് തന്നെ ചെയ്തതായിട്ടുള്ളത് പുണ്യമാണെങ്കിലും പാപമാണെങ്കിലും എല്ലാറ്റിൻ്റെയും കൃത്യമായിട്ടുള്ള കണക്കുണ്ട്. മാത്രമല്ല ചെയ്തത് പലിശ സഹിതമാണ് കിട്ടുക. നമ്മൾ ബാങ്കിലിട്ട പണം പോലെയാണ്. ചെയ്തതിന് പലിശ സഹിതം, അത് പുണ്യകർമ്മം ചെയ്യുകയാണെങ്കിലും പാപകർമ്മം ചെയ്യുകയാണെങ്കിലും ശരി, പലിശ സഹിതം തിരിച്ചു കിട്ടും. അതുകൊണ്ടാണ് ആചാര്യന്മാരൊക്കെ എന്തെങ്കിലുമൊക്കെ നാമം ജപിക്കൂ, സൽക്കർമ്മങ്ങൾ ചെയ്യൂ, ബോധപൂർവം അറിഞ്ഞുകൊണ്ട് എന്തെങ്കിലും ദിവസവും ചെയ്യൂ. കാരണം നമ്മൾ അറിയാതെ തന്നെ ഒരുപാട് ദുഷ്കർമ്മങ്ങൾ ചെയ്തു പോകും. ഉറുമ്പുകളെ ചവിട്ടിക്കൊല്ലും, അതുപോലെ അറിയാതെ തന്നെ പലപ്പോഴും ചീത്ത പറയും, ദേഷ്യപ്പെടും, എന്തെങ്കിലുമൊക്കെ നമ്മൾ കാണിക്കും. തെറ്റായിട്ടുള്ള പ്രവൃത്തികൾ എത്രയൊക്കെ ശ്രദ്ധിച്ചാലും നമ്മളുടെ കയ്യിൽ നിന്ന് സംഭവിക്കും. അതുകൊണ്ടാണ് അറിഞ്ഞുകൊണ്ട് ആ ദോഷങ്ങൾക്കൊക്കെ പരിഹാരമായിട്ട് നാമം ജപിക്കാൻ പറയുന്നത്. അപ്പോൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രായശ്ചിത്തം നമ്മൾ ചെയ്യുന്നത് പോലെയാണ് അവിടെയും ഉള്ളത്. അങ്ങനെ ഈ നരകങ്ങളിലൊക്കെ പോയി അനുഭവിക്കേണ്ടി വരും എന്നുള്ളത് തീർച്ചയാണ്. എന്നാൽ ചിലർ പറയും ഈ നരകങ്ങളൊന്നും വാസ്തവത്തിൽ ഇല്ലാത്തതാണ്, ഒക്കെ നമ്മളെ ഭയപ്പെടുത്താൻ വേണ്ടിയിട്ട് ഈ പുരാണങ്ങളിലും മറ്റുമൊക്കെ കെട്ടിച്ചമച്ചുണ്ടാക്കിയിട്ടുള്ള കഥകളാണ് എന്നൊക്കെ ചിലർ പറയാറുണ്ട്. ഇവിടെ കപില ഭഗവാൻ പറയുന്നതായിട്ടുള്ള ഗംഭീരമായിട്ടുള്ളൊരു കാര്യമുണ്ട്. അമ്മേ, ഇവിടെ തന്നെ കാണുന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. അമ്മേ, നമ്മളുടെ മുമ്പ് തന്നെ നമ്മൾ സ്വർഗവും നരകവും ഒക്കെ കാണുന്നില്ലേ? ഈ നമ്മളെവിടെയാണ് സ്വർഗവും നരകമൊക്കെ കാണുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സുഖ അനുഭവം സ്വർഗത്തിലും ദുഃഖ അനുഭവം നരകത്തിലുമാണുള്ളത്. അല്ലെങ്കിൽ സ്വർഗത്തിൽ സുഖമാണുള്ളത്, നരകത്തിൽ ദുഃഖമാണുള്ളത്. ഇപ്പം ചില ജീവിതത്തിൽ കണ്ടിട്ടില്ലേ, നരകത്തിലുള്ള നരക അനുഭവമാണ് എന്ന് നമ്മൾ പറയാറുണ്ട്. ചിലരുടെ ജീവിതാനുഭവങ്ങളെ കാണുമ്പോൾ പറയും അവരൊക്കെ സ്വർഗത്തിലല്ലേ എന്ന് പറയാറുണ്ട്. അതായത് എല്ലാ നിലയ്ക്കും കുടുംബത്തിൽ സുഖം ആയിട്ട് കഴിയുന്ന വീട്ടിലുള്ള ആളുകളൊക്കെ വളരെ സ്നേഹത്തോടുകൂടി സമ്പത്തോടുകൂടി ആപത്തുകളൊന്നുമില്ലാതെ നല്ല രീതിയിൽ കഴിയുമ്പോൾ അതുതന്നെയാണ് സ്വർഗ അനുഭവം. അതുപോലെ തന്നെ ഏത് നിലയ്ക്ക് പോയി കഴിഞ്ഞാലും മനസമാധാനമില്ലാതെ രോഗങ്ങളെക്കൊണ്ട്, പലവിധ രോഗങ്ങളെക്കൊണ്ട് ആർത്തരായി ചികിത്സിക്കാനുള്ള സമ്പത്ത് ഇല്ലാതെ വീട്ടിൽ ദാരിദ്ര്യത്തിൻ്റെ പടുകുഴിയിലേക്ക് വീണുപോകുന്ന അവസ്ഥ, ഇത് തന്നെ നരകം എന്ന് പറഞ്ഞിട്ട് പറയാറുണ്ട്. അത്രൈവ നരകസ്വർഗ ഇതി മാതപ്രചക്ഷത്തെ യാ യാതനാവൈ നാരക്യ താ ഇഹാപ്യുപലക്ഷിതാഹ. 29ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, അമ്മേ, സ്വർഗവും നരകമൊക്കെ ഇവിടെ തന്നെ ഉണ്ട്, നമ്മൾ കാണുന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. സുഖമെന്നുള്ളത് സ്വർഗത്തിലെ അനുഭവവും അതിഭയാനകമായിട്ടുള്ള ദുഃഖം, ക്ലേശങ്ങൾ എന്നുള്ളത് നരകത്തിലെ അനുഭവങ്ങളാണ്. ഒരു മനസമാധാനവും ഇല്ലാത്ത ആളുകളെ കാണാറുണ്ട്, പരമസുഖമായിട്ട് കഴിയുന്ന ആളുകളെയും കാണാറുണ്ട്. ഇത് തന്നെയാണ് സ്വർഗവും നരകവും. ഇതിനർത്ഥം അവിടെ ഇല്ല എന്നുള്ളതല്ല. നാം ഓരോരുത്തരും നമ്മളുടെ ജീവിതകാലത്ത് തന്നെ നരകത്തിൽ വർണ്ണിക്കപ്പെട്ടതായിട്ടുള്ള ശിക്ഷകളും സ്വർഗത്തിലെ സുഖങ്ങളെയും ഒക്കെ അനുഭവിക്കാറില്ലേ? അതുകൊണ്ട് നരകശിക്ഷകൾ ഇല്ല എന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫലം ദുഃഖമാണ്. ദുഃഖം മാത്രം അനുഭവിക്കാനുള്ളതായിട്ടുള്ള സ്ഥലമാണ് നരകം. സുഖം മാത്രം അനുഭവിക്കാനുള്ള സ്ഥലമാണ് സ്വർഗം. കുടുംബഭരണത്തിലും ശരീരപോഷണത്തിലും മാത്രം മുഴുകി അതിനുവേണ്ടി എന്ത് ദുഷ്കർമ്മങ്ങളും ചെയ്യാൻ മടിയില്ലാത്ത ആളുകൾ, ഏത് നീചമായിട്ടുള്ള പ്രവൃത്തികളും ചെയ്യുന്ന ആളുകൾ, ഒരു സൽക്കർമ്മം പോലും ചെയ്യാൻ മടിയുള്ള ആളുകൾ, കുടുംബത്തെയും ശരീരത്തെയൊക്കെ ഉപേക്ഷിക്കും ഒരു ദിവസം. ആർക്കാണെങ്കിലും എല്ലാ കാലവും ഇവിടെയുള്ള പ്രൊട്ടക്ഷൻ ഉണ്ടാവില്ല. അങ്ങനെ ശരീരവും അതുപോലെ തന്നെ കുടുംബവും ബന്ധുക്കളും ഒക്കെ ഉപേക്ഷിച്ച് നരകത്തിൽ ചെന്ന് പാപകർമ്മങ്ങൾ ചെയ്തതിൻ്റെ ഫലം അവനവൻ തന്നെ അനുഭവിക്കേണ്ടി വരും. അവിടെ കൂടെ ആരും ഉണ്ടാവില്ല.
ഇവിടെ ചിലപ്പോൾ നമ്മളെ പ്രേരിപ്പിക്കാനും നമ്മുടെ കൂട്ടുകാരും ബാക്കിയുള്ള ആളുകളും ഒക്കെ ഉണ്ടാവും. അതുകൊണ്ടാണല്ലോ രാമായണത്തിൽ പറയുന്നത്, താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടുകെന്നേ വരൂ. അതിൻ്റെ ഫലം താൻ തന്നെ അനുഭവിക്കേണ്ടി വരും. വെറും അധർമ്മം മാത്രം ചെയ്തുകൊണ്ട് കുടുംബത്തെ പോഷിപ്പിച്ച് നടത്തി വന്നതായിട്ടുള്ള ജീവൻ അന്ധതാമിശ്രം എന്ന ഭയങ്കര നരകത്തിൽ ചെന്ന് വീഴാൻ ഇടയായിത്തീരും. നരകശിക്ഷകൾക്ക് ശേഷം, അതായത് എത്ര കാലം ഇന്നതിൻ്റെയൊക്കെ ഫലങ്ങൾ നരകത്തിൽ അനുഭവിക്കാനുണ്ടോ അതൊക്കെ അനുഭവിച്ചതിന് ശേഷം ഭൂമിയിലേക്ക് വരും. ബാക്കി ഫലങ്ങൾ അനുഭവിക്കാൻ വേണ്ടി. പാപങ്ങളുടെ ഫലം ബാക്കിയുണ്ട്. അത് മുഴുവൻ അവിടെ ഉണ്ടാവില്ലല്ലോ, മുഴുവൻ അനുഭവിക്കില്ല. അവിടെ ഒരു നിശ്ചിതമായിട്ട് അനുഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളതുണ്ട്. ആ ബാക്കിയുള്ളത് അനുഭവിക്കാൻ വേണ്ടിയിട്ട് ഭൂമിയിൽ വന്ന് മനുഷ്യജീവിതം കിട്ടാതെ മനുഷ്യജീവിതത്തിന് താഴെയുള്ളതായിട്ടുള്ള മൃഗപക്ഷികളായിട്ടും കൃമികീടങ്ങളായും ഒക്കെ ജനിക്കേണ്ടി വരുന്നു. അങ്ങനെയുള്ള പല പല ശരീരങ്ങളിലൂടെ പാപഫലമായിട്ടുള്ള ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞ ശേഷമാണ് വീണ്ടും ഒരു മനുഷ്യജന്മം ലഭിക്കുന്നത് എന്ന് പറയുന്നു. അപ്പം നരകത്തിലുള്ളത് അനുഭവിച്ചു കഴിഞ്ഞാൽ അല്ലറ ചില്ലറ ബാക്കിയുണ്ടാവും. ഇപ്പം പൊട്ടും പൊടിയും കഷ്ണങ്ങളൊക്കെ ഉണ്ടാവില്ല, വലിയ കണക്കിൽ പെടുത്താൻ പറ്റാത്തത്ര. എന്നാൽ ചില്ലറ കണക്കുകളുണ്ട്. കണക്കൊക്കെ അവിടെ ചില്ലറയും വലുതുമൊക്കെ കൃത്യമായിട്ടുള്ള കണക്കുകളാണ്. അപ്പോൾ അതനുഭവിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഓരോ ദുരിതം പിടിച്ച ജീവികളായിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ കണ്ടിട്ടില്ലേ, അത് ഈ ഞങ്ങളുടെയൊക്കെ പൂജ്യ ഗുരുനാഥനായിട്ടുണ്ടായിരുന്ന ജ്ഞാനാനന്ദ സരസ്വതി സ്വാമിജി ഒരു മനോഹരമായിട്ടുള്ള ദൃഷ്ടാന്തം അവിടെ പറയാറുണ്ട്. അതായത് ഇപ്പോൾ ഈ മൃഗപക്ഷികളായിട്ടൊക്കെ ജനിക്കേണ്ടി വരും എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഈശ്വരോപാസനയൊക്കെ ചെയ്യുന്നത് കൊണ്ട് എന്താ പ്രയോജനം എന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ കർമ്മഫലത്തിൻ്റെ ഭാഗമായിട്ട് ഈശ്വരോപാസന ചെയ്തിട്ടുള്ള ആളും ചിലപ്പോൾ കർമ്മഫലം അനുഭവിക്കാൻ വേണ്ടിയിട്ട് നായയായിട്ട് വരേണ്ടി വരും. ദുഷ്കർമ്മം ചെയ്തിട്ടുള്ള ആളും നായയായിട്ട് വരുന്നു. ഈ ദുഷ്കർമ്മം ചെയ്ത ആളും നായയാവുന്നു, സത്കർമ്മം ചെയ്ത ആളും നായയാവുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താ അതിൽ വ്യത്യാസം എന്ന് പറഞ്ഞ് ഒരു സംശയം ചോദിച്ച് അതിന് സംഭൂജ്യ സ്വാമിജി ഒരു മറുപടി പറഞ്ഞത് പറയാറുണ്ട്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സത്കർമ്മം ചെയ്തിട്ട് ഒരു നായയാകേണ്ടി വന്നു കഴിഞ്ഞാലും നല്ല കുടുംബത്തിൽ വന്ന് ജനിക്കും. അപ്പം ഇന്ന് നമ്മളൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, ചില വീടുകളിലൊക്കെ നായയ്ക്ക് പ്രത്യേകം കൂട്, നായകൾക്ക് AC ഉള്ള കൂടുകൾ വരെ വെച്ചു കൊടുക്കുന്ന സ്ഥലങ്ങളുണ്ട്. രാജകീയ പ്രൗഢിയിൽ കഴിയുന്ന നായകളുണ്ട്, അവർക്ക് പ്രത്യേക മെനു ഉണ്ട്. അവരെ കുളിപ്പിക്കാനും അവരെ പരിപാലിക്കാനും ഒക്കെ ആളുകളുണ്ട്. അവർക്ക് പോകാൻ പ്രത്യേക വാഹനം, വെയിൽ കൊണ്ട് നടക്കേണ്ട ആവശ്യമില്ല. അവർക്ക് കൃത്യമായിട്ടുള്ള ഡോക്ടർ, പരിശോധന, മരുന്ന്, അവർക്ക് വേണ്ടിയിട്ട് വ്യായാമത്തിനുള്ള സ്ഥലം തുടങ്ങിയിട്ടുള്ളതൊക്കെ വളരെ കൃത്യമായിട്ട് അവരെ പരിപാലിക്കുന്ന സ്ഥലങ്ങളിലും അതും നായയാണ്. വേറെ ചില സ്ഥലത്ത് നമ്മൾ കാണാറുണ്ട്, പട്ടികളുടെയൊക്കെ കടി കൊണ്ട് തെരുവിൽ അവരുടെ കയ്യും കാലും ഒക്കെ ഒടിഞ്ഞ് ദേഹത്ത് മുറിവായി, അത് വ്രണമായി, അതിൽ പുഴുക്കൾ വന്ന് ആകെ തലയിലൊക്കെ മുറിവായിട്ട് കണ്ടവരുടെ മുഴുവൻ ഏറും കൊണ്ട് ഒരു നേരത്തെ ഭക്ഷണം പോലും ചിലപ്പോൾ കിട്ടാണ്ട് അലഞ്ഞു നടക്കുന്ന തെരുവ് നായ്ക്കളിൽ നമ്മൾ കാണാറുണ്ട്. രണ്ടും നായ്ക്കളാണ്. എന്താ ഈ രണ്ട് നായ്ക്കളുടെയും തമ്മിൽ അനുഭവത്തിൽ വ്യത്യാസം? ആരെങ്ങനെയാക്കുന്നത്? ഒരേ സമയം ഒരു നായ എന്നുള്ളത് രാജകീയ പ്രൗഢിയോടുകൂടി ജീവിക്കുന്നു, ഇവിടെയാണെന്നുണ്ടെങ്കിൽ അതിദയനീയമായിട്ട് ഒരു നായ നടക്കുന്നു. സ്വാമിജി പറയണത് ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. കാരണം ആ നായയുടെ ശരീരത്തിൽ വന്നു കഴിഞ്ഞാൽ പോലും അതിൻ്റെ പുണ്യത്തിൻ്റെ ശേഷമായിട്ട് അതിന് യുക്തമായിട്ടുള്ള നല്ല ഒരു അനുഭവം അവിടെ ഉണ്ടാവുന്നു. ഇവിടെയാണെന്നുണ്ടെങ്കിൽ പുണ്യത്തിൻ്റെ പങ്ക് ഒന്നുമില്ല എന്ന് മാത്രമല്ല, ദുരിതം ഇഷ്ടം പോലെയുണ്ട്. പണ്ട് മനുഷ്യന്മാരെ കാണുമ്പോൾ നായയെ പോലെ കുറച്ച് ചാടിയിരുന്ന ആളുകൾ ഇതുപോലെയൊക്കെ വന്ന് അനുഭവിക്കേണ്ടി വരുന്നു. അതുകൊണ്ടാണ് ദുഷ്കർമ്മങ്ങൾ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് പറയുന്നത്. അങ്ങനെ ആ പാപഫലം അനുഭവിക്കാൻ ബാക്കിയുണ്ടെങ്കിൽ അത് ഭൂമിയിൽ മൃഗങ്ങളായിട്ട് വന്ന് അനുഭവിച്ച് പിന്നീടൊരു മനുഷ്യനായിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ഈ അധ്യായം സമാപിക്കുകയാണ് ചെയ്യുന്നത്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കേൾക്കാം. ഹരി ഓം.